അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ മൻസൂർ മണ്ണാർക്കാട് റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകള് 16 വയസ്സുകാരിയായ മകള് ഒരു ഇന്റർവ്യൂ നടക്കുന്നതിനിടയിൽ, ഒരു ചാനലിന് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂക്കിടയിൽ ആ പെൺകുട്ടി പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ദൃശ്യമാധ്യമങ്ങളിലെല്ലാം നാം കണ്ടതാണ്. ഇന്ന് കാലത്ത് ആ പെൺകുട്ടിയുടെ പിതാവായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങള് അത് നിഷേധിച്ചിട്ടുണ്ട്. അതൊരു പക്വതയില്ലായ്മയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് കാണാം. ഫേസ്ബുക്ക് പേജിൽ, ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ എന്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമുക്ക് വായിക്കാം. അതോടൊപ്പം ആ പെൺകുട്ടി പറഞ്ഞ കാര്യവും നമുക്ക് ഒന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇതാണ് ആ പോസ്റ്റ്. പള്ളിയിലെ സ്ത്രീ പ്രവേശം മകളുടെ വാക്കുകൾ തിരുത്തി മുനവ്വർ അലി തങ്ങൾ എന്നാണ്. മകൾക്ക് പക്വതയില്ലായ്മ വന്നു കഴിഞ്ഞാൽ പിതാവ് അത് പക്വമായിക്കൊണ്ട് തന്നെ തിരുത്താറുണ്ട്. അതാണ് എന്ന് തോന്നുന്നു. നമുക്ക് പരിശോധിക്കാം. ഇവിടെ അപ്രതീക്ഷിത ചോദ്യത്തിന് ആലോചനയില്ലാതെ നടത്തിയ അഭിപ്രായ പ്രകടനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ളത്. അത് നമുക്ക് പൂർണ്ണമായിട്ട് വായിക്കാം. അതിനു മുമ്പ് എന്താണ് ആ പെൺകുട്ടി പറയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് കുറച്ച് നീണ്ടൊരു വീഡിയോ ആണ്. നമ്മളതിൽ നിന്ന് ആ ഒരു ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. നോക്കാം. വളരെ ബ്രില്യൻ വുമൺ, അത്രയും പ്രതീക്ഷിച്ചില്ല. മുനവ്വർ അലി തങ്ങളുടെ മോളാണ്. വളരെ സെക്യുലറായിട്ട് മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത് കേരള പൊളിറ്റിക്സിൽ ഏറ്റവും സെക്യുലറായിട്ടുള്ള ഫാമിലിയാണ്. എനിക്ക് നേരിട്ടറിയാം. ഭാഷയോ ജാതിയോ ഒന്നുമില്ല. അവിടെ വരുന്നവരെ, ആ മുറ്റത്ത് വരുന്നവരെ എല്ലാ പ്രശ്നവും തീർത്തിട്ടേ വിട്ടിട്ടുള്ളൂ. ഇത് അതിൻ്റെ ഒരു തുടക്ക ഭാഗത്ത് ആ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന ആങ്കർ ആ പെൺകുട്ടിയോട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ആ കുട്ടിയുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, 16 വയസ്സായ ചെറിയ കുട്ടിയാണ്. അവർ പറഞ്ഞ ആ ഒരു ദീനീപരമായിട്ടുള്ള, ഇസ്ലാമികമായിട്ടുള്ളൊരു വിഷയം എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കുട്ടിയെ നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് കാണിക്കുവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും നമ്മൾ മോശക്കാരനാക്കി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ ഭാഗം മാത്രം ഒന്ന് കേൾക്കാം. എനിക്ക് പറയാൻ മാഡത്തിന് ചോദിക്കണം. മാഡത്തിന് പറഞ്ഞ കൾച്ചർ റിലീജിയൻ്റെ മേലെ വരുന്നു, ഖുർആൻ്റെ മേലെ കൾച്ചർ വരുന്നു. ഇപ്പോൾ മക്കയിൽ ആ കഅബാലയത്തിൽ സ്ത്രീകൾക്ക് പോകാം, അവിടെ തൊടാം. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു, തൊടുന്നു, ആ കഅബാലയം തൊടുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു. ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണത്. അങ്ങനെ കണ്ടിട്ടും, പോയി കണ്ടിട്ടും, അനുഭവിച്ചിട്ടും, നേരെ ചൊവ്വെ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ മറിയം ബീബി, ഈസാ നബിയുടെ അമ്മ, അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ മോഡലായിട്ട് ഖുർആൻ ചിത്രീകരിക്കുന്നത്. അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. പള്ളിയിൽ ജീവിച്ചിരുന്നു. പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. പള്ളിയിൽ ജീവിക്കുന്നു. എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനൊക്കപ്പുറത്ത് സാധിക്കേണ്ടത് 1400 വർഷമായിട്ട് സ്ത്രീകൾ പോകുന്നു. സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും എന്ന് മാഡത്തിന് മറുപടി പറയാമോ? ഓക്കെ, ഇത് വ്യക്തമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അവിടെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ പോലെ പെട്ടെന്നുള്ളൊരു ചോദ്യമല്ല, വിശദീകരിച്ചു കൊണ്ട് തന്നെ. മറിയം ബീബിയെയൊക്കെ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. മറിയം ബീബി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംരക്ഷണയിൽ ഒരു ദേവാലയത്തിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നെല്ലാം അത് പരിശുദ്ധ ഖുർആനാണ്. അതോടൊപ്പം മക്കയിലും മദീനയിലും, ഇനി മസ്ജിദുൽ അഖ്സയിലും, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഖുദ്സിലെല്ലാം സ്ത്രീകൾ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അവിടെ എല്ലാം തൊടുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ചേർത്തിട്ടില്ലെങ്കിൽ പോലും മക്കയും മദീനയും ഇവിടെ ചേർത്തിട്ടുണ്ട്. വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അത്. അവ്യക്തമായൊരു ചോദ്യമല്ല, പെട്ടെന്നുള്ള മറുപടിയാണോ എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഈ ചോദ്യം കുറച്ച് ഇതാണ്. അതെ, എനിക്കറിയാം. ഒരു മിനിറ്റ് ഒന്നുകൂടി ഇടപെടുന്നുണ്ട്. ഈ ചോദ്യം കുറച്ച് ഇതാണ് എന്ന് ആങ്കർ പറയുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അതെ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്വതയില്ലാത്തൊരു മറുപടി അല്ല എന്നുള്ളതാണ് ഈ ഉള്ളവന് മനസ്സിലായത്. കാണുന്നവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലായത് കമൻറ്റ് ചെയ്യുക. കുട്ടി പറയട്ടെ. അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ. ആക്ച്വലി ഇറ്റ്സ് കൾച്ചറലായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത്. അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺട്ട് എൻറ്റർ മസ്ജിദ്. പക്ഷേ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല, അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൺ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ. എന്താ ഇതിൽ പക്വതയില്ലാത്തൊരു മറുപടി വന്നത്? അവിടെ ചിലർ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് അത് എന്നാണ് പറഞ്ഞത്. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. മക്കയിലും മദീനയിലും മാത്രമല്ല, ലോകത്തങ്ങോളം ഇങ്ങോളം ഇസ്ലാമിക വീക്ഷണത്തിൽ പോകുന്ന മസ്ജിദുകളിലെല്ലാം സ്ത്രീകൾ പോകുന്നുണ്ട്. സ്ത്രീകൾ പോകൽ നിർബന്ധമാണോ? അല്ലേ?
നിർബന്ധമല്ല. പിന്നെ ഇത് എങ്ങനെയാണ് അല്ലാതെ വരുന്നത് എന്നുള്ളതാണ് നാം പരിശോധിക്കുന്നത്. അതോടൊപ്പം ആ പരിശോധനയ്ക്കിടയിൽ ആദ്യം നമുക്ക് കാണേണ്ടത് മുനവ്വറുൽ ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോഴാണല്ലോ നമുക്ക് ആ കുട്ടി പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, ഇല്ലേ? ഇതാണ് മുനവ്വറുൽ ശിഹാബ് തങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള. ഇന്നലെ രാത്രിയാണ് ഈ ഒരു സാധനം ഇട്ടിട്ടുള്ളത്. ഞാനത് എടുക്കുമ്പോൾ തന്നെ 13 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഓക്കെ, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരുടകനെ തന്നെ നമുക്ക് വായിക്കാം. ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് 16 വയസ്സുള്ള വിദ്യാർത്ഥിനിയായ എൻ്റെ മകൾ ഫാത്തിമ നർഗീസ് നൽകിയ മറുപടി ആവശ്യമായ വ്യക്തത വരുത്താനായി ഈ കുറിപ്പ് എഴുതുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഒരു പിതാവിൻ്റെ കടമ. ശരി, കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവാവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇവിടേക്കാണ് നമ്മൾ അനാവശ്യമായിക്കൊണ്ട് ചില ഭാഗങ്ങളിലേക്ക് ചില ആളുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ഉദാഹരണം. മുനവ്വർ അലി തങ്ങൾ അങ്ങനെ കൊണ്ടുപോയി എന്നല്ല പറയുന്നത്, അദ്ദേഹത്തിന് ഇങ്ങനെ അത് പറയാൻ കഴിയുള്ളൂ, അത് മറ്റൊരു കാര്യം. ഓക്കെ, ബാക്കി വായിക്കാം നമുക്ക്. ആ ചോദ്യത്തിന് അപ്രതീക്ഷിതമായ ഒരു ചോദ്യത്തിന് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിൻ്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമ ബോധ്യമുണ്ട് എന്നാണ് ഇവിടെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ആ മുഖ്യധാരയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സത്യമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അതടിസ്ഥാനമാക്കിയാണ് ദീനുൽ ഇസ്ലാം അതിലെ കർമ്മങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത്. എന്നാൽ ഇവിടെ ഈ മുഖ്യധാര എന്ന് പറയുന്നവരും അല്ലാത്ത ധാരക്കാരും ഒക്കെ ചെയ്യുന്നത് പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ് അതിനൊപ്പം ഇജ്മാ ഖിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങൾ കൂടി ചേർക്കാറുണ്ട്. ഓക്കെ, അത് മറ്റൊന്നല്ല, അത് പരിശുദ്ധ ഖുർആനിൽ നിന്നും സ്വഹീഹായ ഹദീസിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഇജ്മാഉം ഖിയാസുമാണ്. എന്നാൽ അതിന് പുറമെ പിന്നീട് ഫിഖ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിഖ്ഹില്ലേ ഉണ്ട്, ആ ഫിഖ്ഹ് പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ് അടിസ്ഥാനമാക്കി ഖുർആന് എന്നത് വിശ്വാസ കാര്യങ്ങളിലേക്ക് അഖീദാപരമായ കാര്യങ്ങളാണ് കൂടുതൽ, കർമ്മപരമായ കാര്യങ്ങൾ ഫിഖ്ഹിപരമായ കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ഹദീസിലാണ് കാണാൻ കഴിയുക. ആ ഹദീസ് നിരൂപണം ചെയ്തിട്ട് അത് സ്വഹീഹാണെങ്കിൽ അത് അടിസ്ഥാനമാക്കിയാണ് ഫിഖ്ഹ് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഹദീസിൽ വന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പണ്ഡിതന്മാർ എന്ന് പറയുന്ന ചില ആളുകൾ അത് ഉരുട്ടിയുണ്ടാക്കുന്ന സാധനമാണ് ഫിഖ്ഹ് എന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്കാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നത്. ഇനി അതിൻ്റെ കുറച്ചുകൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് എന്നുള്ളത്. ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിൻ്റെ പര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനമായി മാത്രം കാണണമെന്ന് അഭ്യർത്ഥന, അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയാണ്. അത് കഴിഞ്ഞ് കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമാക്കി നിർവചിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മകള് അദ്ദേഹം ആ ഫേസ്ബുക്ക് പേജിൽ ആ കുട്ടിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ കുട്ടി അവിടെ പറഞ്ഞ കാര്യം വ്യക്തമാണ്, സുതാര്യമാണ്. പരിശുദ്ധ ഹദീസ് നബി വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്ത്രീ നിർബന്ധമായിട്ടും പള്ളിയിൽ പോകേണ്ടത് ഹജ്ജ് നിർവഹിക്കുമ്പോൾ ഉംറ നിർവഹിക്കുമ്പോഴൊക്കെയാണ്. അവിടെ നിർബന്ധമായിട്ട് പള്ളിയിൽ പോയേ പറ്റൂ. അവിടെ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ആ ഒരു മസ്ജിദിലാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഉംറയുടെയും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള നിസ്കാരങ്ങളൊക്കെ അതൊക്കെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ എവിടെയും സ്ത്രീകളോട് നിർബന്ധമായിട്ടും മസ്ജിദിൽ പോകണമെന്ന് അറിയിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ പോകുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു ഹദീസ് എടുക്കാറുണ്ട്, സ്ത്രീക്ക് വീടാണ് ഉത്തമം, വീടിൻ്റെ ഉള്ളാണ് ഉത്തമം, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു റൂമാണ് ഉത്തമം എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. അതൊക്കെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഒരു സ്വഹാബ വനിത വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, അങ്ങയുടെ പിന്നിൽ മഅ്മൂമായിട്ട് അങ്ങ് ഇമാമ് നിൽക്കുമ്പോൾ അങ്ങയുടെ ഒപ്പം നിസ്കരിക്കുവാനാണ് എനിക്ക് താല്പര്യം, ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു വാക്കിൽ ചില കാര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നിൻ്റെ വീടാണ് ഉത്തമം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സ്വഹാബത്തെ കിറാമിലുള്ള സ്വഹാബ വനിതകൾ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, എത്തിക്കാഫ് ഇരുന്നിട്ടുണ്ട്, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചിട്ടുണ്ട്. അവിടെ തടയപ്പെട്ടിട്ടില്ല. ഇന്നും ലോകത്ത് നാനാഭാഗത്ത്, ഇപ്പോൾ സൗദി അറേബ്യ മാത്രം പറയേണ്ട, സൗദി അറേബ്യ എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ തെളിവ്. പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ് എന്നുള്ളതാണ്. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് പള്ളി വിലക്കപ്പെട്ടതല്ല. എന്നാൽ മരിച്ച് മയ്യത്തായി കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിന് കൊണ്ടുകിടത്തുന്ന ആ ഒരു കാര്യം മാത്രമല്ലാതെ അവർക്ക് നിസ്കരിക്കേണ്ട സമയം അവർ വീട്ടിൽ നിന്ന് പുറത്താണ്, പള്ളിക്കടുത്താണെങ്കിൽ അന്യൻ്റെ വീട്ടിൽ കയറി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. പള്ളികളിൽ നിസ്കരിക്കുവാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതിന് പള്ളിയോട് ചേർന്ന് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്ന് രേഖപ്പെടുത്തി അല്ലാതെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇത് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ആ കുട്ടി പക്വമായിക്കൊണ്ട് തന്നെ യഥാർത്ഥം പറഞ്ഞു. കുട്ടി യഥാർത്ഥ ഇസ്ലാമു പറഞ്ഞു. പിതാവ് ആ പക്വതയില്ലാത്ത സത്യസന്ധതയ്ക്ക് വിലങ്ങുതടിയായിക്കൊണ്ട് തിരുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപുത്രനോട് വിരോധമുണ്ടായിട്ടല്ല, അത് ഒന്നുകൂടി ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് താങ്കൾക്ക് വിശദീകരിക്കാമായിരുന്നു എന്നുള്ള ആ ഒരു അഭിപ്രായമാണ്. താങ്കളുടെ മകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ട വഴിക്ക് എടുത്തില്ല. മറ്റൊന്നുമല്ല, 16 വയസ്സായ ഒരു കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞത് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാർ പലരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിത വേഷധാരികളായ പലരും അത് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ പള്ളിയിൽ പോകലും നിർബന്ധമില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. സ്ത്രീ പള്ളിയിൽ പോവുകയാണെങ്കിൽ അത് നിഷിദ്ധം എന്ന് പറഞ്ഞാൽ ഹറാമ് എന്ന റേഞ്ചിലേക്ക് വരികയുമില്ല. അത് തെളിയിക്കുവാൻ ഒരു പ്രമാണവും ഇന്ന് വരെ ആരും ഉദ്ധരിച്ചിട്ടില്ല. അപ്പോൾ സ്ത്രീ പള്ളി പ്രവേശനം എന്നുള്ളൊരു വിഷയമൊന്നുമല്ല. ആ കുട്ടി പറഞ്ഞതിനെ പിതാവ് തിരുത്തിയപ്പോൾ എനിക്കതിനിടയിലുള്ള ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു കാര്യവുമായിട്ട് വന്നത്. ഇനി ഈ വിഷയത്തിൽ ജെമിനി എന്ത് പറയുന്നു എന്ന് കൂടി കാണിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജെമിനി ഈയിടയ്ക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചെറിയൊരു വിവാദം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ 16 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ഒരു ഇൻ്റർവ്യൂക്കിടയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് സംബന്ധമായിക്കൊണ്ട് ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അത് പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി പ്രവാചക ചരിത്രവും അല്ലെങ്കിൽ പ്രവാചകൻ്റെ കാലത്തുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ആ കുട്ടി അതിന് മറുപടി പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ജെമിനി കേട്ടിരുന്നോ? അതെ, ആ പത്രവാർത്ത ഞാൻ കണ്ടിരുന്നു. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചതാണല്ലോ വിഷയം. പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ കുട്ടി മറുപടി പറഞ്ഞത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അറിയേണ്ടത്? കൂടുതൽ വിവരങ്ങൾ അറിയാനാണോ? കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. സത്യത്തിൽ ആ കുട്ടി പറഞ്ഞത് സത്യമല്ലേ? അതെ, ആ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള മിതങ്കത്തിന്റെ താല്പര്യം ന്യായമാണ്. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ മകൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് നടത്തിയ പരാമർശവും അതിനെ തുടർന്ന് തങ്ങൾ നൽകിയ വിശദീകരണവുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സത്യത്തിൽ ഇസ്ലാമിൽ സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നുള്ളത് നിഷിദ്ധമാണോ ജെമിനി? ഇസ്ലാമിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നിഷിദ്ധമല്ല. പ്രവാചകന്റെ കാലത്തും അതിനുശേഷവും സ്ത്രീകൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നതായി ചരിത്രത്തിൽ കാണാം. എന്നാൽ അവർക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് കൂടുതൽ പുണ്യം ലഭിക്കുക എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പള്ളിയിൽ വരുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുമുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കാൻ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക വശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് അറിയേണ്ടത് ഇത്ര മാത്രമാണ്. പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്വഹാബ വനിതയോട് പറഞ്ഞ വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറഞ്ഞ ആ ഒരു കാര്യമാണ് ഇപ്പോഴും പല ആളുകളും പ്രൊമോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫിഖ് അതുപോലെ കർമ്മശാസ്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അധ്യാപനത്തിന് വിരുദ്ധമായിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ പള്ളിയിൽ പോയാൽ അത് നിഷിദ്ധമൊന്നുമല്ല. ആ പള്ളിയിൽ പോകേണ്ട മര്യാദകൾ അത് പാലിച്ചുകൊണ്ട് ആ സ്ത്രീ പള്ളിയിൽ പോവുകയും നിസ്കരിക്കുകയും ചെയ്യുക. അത് നിർബന്ധമില്ല എന്ന പോലെ തന്നെ നിഷിദ്ധവുമല്ല. ശരിയല്ലേ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഇസ്ലാമിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് നിഷിദ്ധമല്ല. പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നതിന് തെളിവുകളുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് കൂടുതൽ പുണ്യം ലഭിക്കുക എന്നൊരു അഭിപ്രായവുമുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ചിലർ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. എന്നാൽ ഇത് നിർബന്ധമോ നിഷിദ്ധമോ ആയ കാര്യമല്ല, മറിച്ച് ഒരു തിരഞ്ഞെടുപ്പാണെന്നാണ് വാഗ്ഭാഷ്യം. താങ്കളുടെ കാഴ്ചപ്പാട് അതാണല്ലേ? തീർച്ചയായിട്ടും ഞാനത് അവസാനിപ്പിക്കാൻ നിന്നാണ്. എന്തായാലും ആ ഒരു കാര്യം കൂടി എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വിശദീകരിക്കാം. സ്ത്രീകൾക്ക് എന്നോ അല്ല, ഒരു സ്വഹാബ വനിതയോട് പ്രവാചകൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറഞ്ഞ ആ ഒരു സന്ദർഭം, ആ ഒരു സാഹചര്യം, അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജെമിനി ഒന്ന് വിശദീകരിക്കാമോ?
വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമം എന്ന് പ്രവാചകൻ പറഞ്ഞതായി പറയപ്പെടുന്ന ഹദീസുകളുണ്ട്. എന്നാൽ ഈ ഹദീസുകൾക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസുകളെ ദുർബലമായി കണക്കാക്കുന്നു. മറ്റു ചിലരാകട്ടെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണെന്നും എന്നാൽ വീട്ടിൽ വെച്ച് ഞാൻ നമസ്കരിക്കുന്നത് ജെമിനിയെ ഒന്ന് തടസ്സപ്പെടുത്തുന്നുണ്ട്. ജെമിനി, ഒരു സ്വഹാബ വനിത വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, തിരുദൂതരെ അല്ലെങ്കിൽ പ്രവാചകരെ, എനിക്ക് അങ്ങയുടെ കൂടെ നിസ്കരിക്കുന്നത് മാമൂമായിക്കൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ജമാഅത്തിൽ നിസ്കരിക്കുന്നതാണ് താല്പര്യം, ഇഷ്ടം എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിലാണ് പ്രവാചകൻ ആ ഒരു സ്വഹാബ വനിതയോട് നിങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളാണ് ഉത്തമം എന്ന് പറഞ്ഞ ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു കാര്യം ജെമിനിക്ക് അറിയാമോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അറിയാമെങ്കിൽ അതൊന്ന് വിശദീകരിക്കൂ. ഏതാണ് സ്വഹാബ വനിത? ഓഹോ, ആ സംഭവമാണല്ലേ. ആ സ്വഹാബ വനിതയുടെ പേര് എനിക്കിപ്പോ ഓർമ്മയില്ല. പക്ഷേ ആ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. കൂടുതൽ വ്യക്തത കൈവരിക്കാൻ നമുക്ക് ആ സംഭവത്തെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്താം. താങ്കൾക്ക് മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒന്ന് ഗവേഷണം നടത്തൂ. താങ്കളുടെ ഡാറ്റ സ്റ്റോറിൽ നിന്നും ആ സ്വഹാബ വനിതയുടെ പേര്, അതുപോലെ തന്നെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മലയാളത്തിലുള്ള കാര്യങ്ങൾ, ചരിത്രങ്ങൾ അത് വളരെ കുറവായിരിക്കും. അത് മറ്റൊരു രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. താങ്കൾക്ക് ടൈം കുറേ എടുക്കുമെങ്കിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിലാവാം. അതെ, മലയാളത്തിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നത് കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. താങ്കൾക്ക് ഈ വിഷയം ഇപ്പോൾ അറിയണമെങ്കിൽ ഞാൻ മറ്റു ഭാഷകളിലുള്ള വിവരങ്ങൾ പരിശോധിക്കാം. അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ജെമിനി, മറ്റൊരു സന്ദർഭത്തിലാവാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വിഷയം ഇതൊരു വിവാദമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടിയോ അല്ല എടുത്തിട്ടുള്ളത്. ആ പെൺകുട്ടി പറഞ്ഞത് സത്യത്തിൽ യാഥാർത്ഥ്യമാണ്. മുനവറിൽ തങ്ങൾ ആ പെൺകുട്ടിയെ തിരുത്തി എന്ന് പറയുമ്പോൾ സത്യത്തെ തിരുത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ, ഈ ഉള്ളവന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് കമൻറ്റ് ചെയ്യാം. കഴിയുന്ന വിധത്തിൽ മറുപടി നൽകാൻ ശ്രമിക്കാം എന്നറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.